സന്ധ്യയ്ക്ക് ആ ചെറുക്കന് ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അത് അടുക്കളയിലോട്ട് കൊണ്ട് വെക്കാൻ സമ്മതിക്കാതെ 4 ട്രിപ്പ് വാങ്ങി അങ്ങ് മുണുങ്ങി. ഇനി അത് തീരുന്നതാ കണക്ക്. മണം പിടിച്ച് നിൽക്കുമോ ആ ചെറുക്കൻ. അവിടെ എങ്ങും എടുത്ത് വെച്ചിട്ടില്ല ഞാൻ. അതിൻ്റെ കീഴിലെങ്ങും ഇല്ല. അവിടെ എങ്ങും സാധനമില്ല. നീ നോക്കിക്കോ. ഞാനത് അതിൻ്റെ കീഴിൽ വലിയൊരു അലൂമിനിയം കലത്തിൽ ടിന്നോടെ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അവിടെ എങ്ങും ഇല്ല. അത് തീർന്നു. ബിസ്ക്കറ്റ് തീർന്നു. എന്തോ അഹങ്കാരം നോക്കിയോ ഒരു ചെറുക്കൻ്റെ. ചെറുക്കൻ ഇപ്പം തിന്നതല്ലയോ. പൊടിയെന്ന് കേട്ടില്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? എന്നാൽ എനിക്കങ്ങനെ തോന്നി. അവിടെ ഇല്ലെന്ന്. ഈ കുട്ടിച്ചാത്തൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചാലും ആ കരിഞ്ഞ മൂക്കിനെ പറ്റിക്കാൻ പറ്റില്ല. ഈ വീടിൻ്റെ ഏത് കോണിൽ കൊണ്ട് ഒളിപ്പിച്ചാലും ഈ പൂത്തവിടാവത് കണ്ടുപിടിക്കും. 4 ദിവസം, വെറും 4 ദിവസം കൊണ്ട് ടിന്ന് കാലിയാക്കി കൈ തരും. അമ്മച്ചിയെ കുത്തുവാള എടുപ്പിച്ച് വഴിയോട് വഴി നടത്തി തെണ്ടിക്കും. എന്നിട്ട് ഞാൻ അടങ്ങും കഴിച്ച്. ഡോകുമാർക്ക് പിന്നെ വല്ലതും ബാക്കി രുചിയായിട്ട് തിന്നണ്ടേ. നല്ല രുചിയുള്ള ഷാനുമൊക്കെ ഇങ്ങോട്ട് മേടിച്ച് തരണം. പിന്നെ എന്തിനാ പൊന്നുപോലെ കോക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നത്. പൈപ്പിൻ ചുവട്ടിൽ ചെളി പുരണ്ട് കിടന്നൊരു കുഞ്ഞു ജീവനായിരുന്നു. എനിക്ക് കഴിയുന്നത് പോലൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ഗൈസ്.